അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ആദ്യ ദിനം തന്നെ എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്ത്. നിയമപരമായി പ്രസിഡന്റ് സ്ഥാനത്ത് ചുമതലയേൽക്കുന്ന ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവയ്ക്കേണ്ട നിരവധി ഉത്തരവുകളുടെ ഡ്രാഫ്റ്റുകളുമായി ട്രംപ് ടീമിലെ നയവിദഗ്ധരും അഭിഭാഷകരും തയ്യാറായതായാണ് വിവരം. യുഎസിലെ ദശലക്ഷക്കണക്കിന് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള നിർദ്ദേശങ്ങളാണ് ആദ്യ ബാച്ച് ഓർഡറുകളിൽ ഏറ്റവും ആശങ്ക സൃഷ്ടിക്കുന്നത്. ട്രംപ് ഒന്നിലധികം തവണ ആവർത്തിക്കുകയും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്ത ഈയൊരു കടുത്ത പദ്ധതി കഴിഞ്ഞയാഴ്ച അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തൽ വിഭാവനം ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ തുടക്കം കൂട്ട നാടുകടത്തിൽ നിന്ന് തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഏറെ നിരാശയും ഒപ്പം തന്നെ ആശങ്കയും സൃഷ്ടിക്കുന്നു. 1930കളിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹെർബർട്ട് ഹൂവർ റിപ്പാട്രിയേഷൻ എന്ന് വിളിക്കപ്പെടുന്ന നടപടിയിൽ മെക്സിക്കൻ വംശജരായ ഏകദേശം 2 ദശലക്ഷം ആളുകളെ പുറത്താക്കിയിരുന്നു. കടുത്ത തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും സൃഷ്ടിച്ച സാമ്പത്തിക മാന്ദ്യത്തിന് കുടിയേറ്റക്കാരാണ് കാരണമെന്ന് കുറ്റപ്പെടുത്തിയാണ് ഹൂവർ പുറത്താക്കിയതെങ്കിൽ ട്രംപ് ഇപ്പോൾ രേഖകളില്ലാത്തവരെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയായാണ് നാടുകടത്തപ്പെടുന്നത്. കൂടാതെ കൂട്ട നാടുകടത്തൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തെരഞ്ഞെടുപ്പ് വേളയിൽ ട്രംപ് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് കൂട്ട നാടുകടത്തൽ പദ്ധതിയും ഒപ്പം തന്നെ ചുമതലയേൽക്കുന്ന ഇന്ന് ട്രംപ് ഒപ്പുവയ്ക്കുന്ന 100ലധികം എക്സിക്യൂട്ടീവ് ഓർഡറുകളും. ആദ്യ ദിവസം തന്നെ എക്സിക്യൂട്ടീവ് നടപടികളുടെ റെക്കോർഡ് ക്രമീകരണം നടത്താനായി ഒപ്പിടാനുള്ള പദ്ധതി തയ്യാറാക്കുന്നതായി ട്രംപ് വ്യക്തമാക്കി. ഇനി എന്താണ് എക്സിക്യൂട്ടീവ് ഓർഡർ, എന്തൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ എന്ന് നോക്കാം. രാഷ്ട്രപതി ഏകപക്ഷീയമായി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് എക്സിക്യൂട്ടീവ് ഓർഡർ. കൂടാതെ നിയമനിർമ്മാണത്തിൽ നിന്ന് വ്യത്യസ്തമായി എക്സിക്യൂട്ടീവ് ഉത്തരവുകൾക്ക് കോൺഗ്രസിന്റെ അധികാരം ആവശ്യമില്ല എന്നും കോൺഗ്രസിന് അവരെ മറികടക്കാൻ കഴിയില്ല എന്നും അവരെ കോടതിയിൽ ചോദ്യം ചെയ്യാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറുകൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ തെക്കൻ അതിർത്തി മുദ്രവയ്ക്കൽ, കൂട്ട നാടുകടത്തൽ, സ്ത്രീകളുടെ കായിക വിനോദങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർമാരെ തടയൽ, ഊർജ പര്യവേഷണത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യൽ, സർക്കാർ കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ എന്നിങ്ങനെ 5 വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. ട്രംപിന്റെ ആദ്യ അനുയായികളിൽ ഒരാളായ സ്റ്റീഫൻ മില്ലറാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡന്റെ ചില എക്സിക്യൂട്ടീവ് ഉത്തരവുകളും നടപടികളും ട്രംപ് പിൻവലിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പാരീസ് കാലാവസ്ഥാ ഉടമ്പടി, ഫോസിൽ ഇന്ധന ഉൽപ്പാദനത്തിലുള്ള നിയന്ത്രണങ്ങൾ നീക്കൽ, ആഭ്യന്തര എണ്ണകുഴിക്കൽ വിപുലപ്പെടുത്തൽ എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത്. കൂടാതെ അമേരിക്കയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ടാരിഫ് ഈടാക്കുമെന്ന പ്രചരണ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നേരത്തെ പ്രഖ്യാപിച്ച ടാരിഫ് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ അദ്ദേഹം ഒപ്പിടാനുള്ള സാധ്യതകളും ഏറെയാണ്. കൂടാതെ വീഡിയോ ഷെയറിങ്ങിനുള്ള ചൈനീസ് ആപ്പായ ടിക്ടോക്കിനെ സംരക്ഷിക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചേക്കുമെന്നതാണ് മറ്റൊരു സുപ്രധാന നീക്കം. ടിക്ടോക്കിനെ ഇനിയും ഇരുട്ടത്ത് നിർത്തരുതെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ നേരത്തെ കുറിച്ചിരുന്നു. അതുകൊണ്ട് ടിക്ടോക്കിനെ സംരക്ഷിക്കുന്ന ഉത്തരവും ഇന്ന് പുറത്തിറക്കിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം പ്രചരണ വേളയിൽ ട്രംപ് തന്റെ ആദ്യ ദിവസത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ സൂചന നേരത്തെ നൽകിയിരുന്നു. അതിൽ 1-ാം ദിവസം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികളെ നാടുകടത്തൽ പരിപാടിക്ക് തുടക്കമിടുമെന്നും ഇത് മറ്റ് പ്രചരണ വേളകളിൽ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷയോടെ പുതിയ തുടക്കത്തിന് സാക്ഷിയാകാമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്.